ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം കർത്താവിൻ്റെ നാമത്തിൽ നേരുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോ പിശാചു ബാധിതനായ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൗഖ്യമൊക്കെ കിട്ടിയതിന് ശേഷം അവൻ ഈശോനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെക്കുറിച്ച് സുവിശേഷം ഇങ്ങനെയാണ് പറയുക. 5-ാമത്തെ അധ്യായം 19-ാം തിരുവചനം. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഈശോയുടെ പിന്നാലെ കൂടാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ അവനെ അതിനനുവദിച്ചില്ല. പക്ഷെ അവനോട് പറയുകയാണ്, നിന്നോട് കർത്താവ് എങ്ങനെ കരുണ കാണിച്ചു, എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈശോ കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഒന്നുമല്ലായിരുന്നിട്ടും എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ നിൻ്റെ ദൈവം നിന്നെ പൊതിഞ്ഞു പിടിക്കുക. നിനക്കൊരു ദൗത്യമുണ്ട്. നീ കാണുന്നിടത്തല്ല, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിലാകട്ടെ, നീ വ്യാപരിക്കുന്ന മേഖലകളിലാകട്ടെ, നീ അവരോട് പറയണം, ഇന്ന രീതിയിൽ കർത്താവ് എന്നെ സ്പർശിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, എന്നോട് കരുണ കാണിച്ചു. അവർക്കുള്ള സുവിശേഷമാണ് നിൻ്റെ ജീവിതം. നിന്നിലൂടെ കർത്താവിനെ അനുഭവിക്കുവാൻ അവർക്ക് ഇടവരണം. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപയാ നിറയ്ക്കുന്നതിനോടത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഈ വ്യക്തിയിലേക്ക് ചൊരിയുന്ന സ്നേഹവും കാരുണ്യവും എല്ലാം എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട്, അതിൽ സന്തോഷിക്കുവാനായിട്ട്, അതിൻ്റെ തീഷ്ണത ജ്വലിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം.